മുർഷിദാബാദിൽ നിന്നുള്ള 3 യുവാക്കളെ എറണാകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ അതിനെക്കുറിച്ച് വിശദാംശങ്ങൾ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഈ ഒരു ഘട്ടത്തിൽ വിദഗ്ധർ ഇതിനെക്കുറിച്ച് പല രീതിയിലുള്ള അനുമാനങ്ങൾ നടത്തുന്നുണ്ട്. നമുക്കൊരു 12 വർഷം പിന്നോട്ടേക്ക് ഈ മൊത്തം ടെറർ ഡിസ്കോഴ്സിനെ നമുക്കറിയാം 20 വർഷത്തോളമായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ്. നമ്മളെ സംബന്ധിച്ചുള്ളത് പുതുമയുള്ളൊരു കാര്യമല്ല. 12 വർഷം പിന്നോട്ടേക്ക് നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്യുക. 2008 ഇന്ത്യയിലെ വൻ നഗരങ്ങളിൽ മുഴുവൻ ബോംബ് സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. ബാംഗ്ലൂർ അഹമ്മദാബാദ് സ്ഫോടനം നടന്ന ഉടനെ BJP നേതാവായിരുന്ന സുഷമ സ്വരാജ് അവർ ക്യാമറയ്ക്ക് മുമ്പാകെ ഇന്ത്യയിലെ എല്ലാ മെയിൻ സ്ട്രീം മീഡിയകളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനത്തിൽ BJP ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ നടത്തിയ പത്രസമ്മേളനത്തിൽ അവർ പറയുകയുണ്ടായി, ഈ ബോംബ് സ്ഫോടനം യഥാർത്ഥത്തിൽ നടത്തിയത് കോൺഗ്രസ് ആണ് എന്ന് അവർ ആരോപിക്കുകയുണ്ടായി. കോൺഗ്രസ് ആണ് നടത്തിയത്. എന്തിനാണെന്ന് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ക്യാഷ് ഫോർ വോട്ട്സ് എന്ന് പറയുന്ന ഏറ്റവും വലിയ അന്ന് US ഇന്ത്യ സിവിൽ ന്യൂക്ലിയർ ഡീൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാർലമെൻറ്റ് ചർച്ചയിൽ 10 മില്യൺ റുപ്പീസ്, 1 ദശലക്ഷം രൂപ കെട്ടായിട്ട് കൊണ്ടുവന്നിട്ട് BJP MPമാർ പറയുകയുണ്ടായി, നമ്മെ ബ്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചു, അല്ലെങ്കിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന ഈ ഗവൺമെൻറ് നമ്മൾ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ലോകത്തുടനീളം നമ്മുടെ ജനാധിപത്യവും നമ്മുടെ പാർലമെൻറ്റുമൊക്കെ അപമതിക്കപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് ഇന്ത്യയിലും ലോകത്തും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ഡൈവേഷണറി ടാക്ടിക്സ് എന്ന നിലയ്ക്ക് ഗവൺമെൻറ് ചെയ്ത സ്ഫോടനമാണിത്. ആ ചർച്ചയിൽ നിന്ന് മൊത്തം ശ്രദ്ധ തിരിച്ച് ഒരു പുതിയ ചർച്ച പൊടുന്നനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഇത് ചെയ്തത് എന്നാണ് സുഷമ സ്വരാജ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. നമുക്ക് ആ ഒരു ലോജിക്ക് വെച്ചിട്ട് വിദഗ്ധർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ, ഉദാഹരണത്തിന് ഏറ്റവും വലിയ കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു വലിയ സംഭവം തന്നെയാണ് സ്വർണ്ണക്കടത്ത് കേസ്. ഈ സ്വർണ്ണക്കടത്ത് കേസിൽ മൊത്തം ചർച്ചയെ പുരോഗമിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ BJP നേതാവായ V മുരളീധരൻ ചർച്ചയിൽ മൊത്തം ചർച്ചയിൽ വരികയും അവരുടെ പേരും പരാമർശിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അന്നേ ദിവസം തന്നെയാണ് ഈ അൽ-ഖായിദ വേട്ട എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. ഡൈവേഷണറി ടാക്ടിക്സ് ആണോ ഇതെന്നുള്ള ചോദ്യം വളരെ സുപ്രധാനമായ ചോദ്യമാണ്. അതുപോലെ തന്നെ പാർലമെൻ്റ് അകത്ത് മൺസൂൺ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ കണ്ടൻഷ്യസ് ആയിട്ടുള്ള, അങ്ങേയറ്റം വിമർശിക്കപ്പെട്ടിട്ടുള്ള, ചരിത്രത്തിൽ ഏറ്റവും വലിയ കർഷകരെ ഒറ്റുകൊടുക്കുന്ന, കർഷകരെ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുത്തുന്ന, കോർപ്പറേറ്റ്സിന് പൂർണ്ണമായും ഈ കാർഷിക വിളകളും അതിൻ്റെ ഉൽപ്പന്നങ്ങളും അവർക്ക് പൂർണ്ണമായിട്ടും കൈയൊഴിഞ്ഞു കൊടുക്കുന്ന 3 ബില്ലുകളാണ് പാർലമെൻറ്റിൽ ഈ അവസരത്തിൽ പാസ്സായിട്ടുള്ളത്. ഈ അവസരത്തിൽ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ ഉടനീളം, പഞ്ചാബിലും ബീഹാറിലും UPയിലും ഗുജറാത്തിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വൻ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ആ ഒരു ഇഷ്യൂവിൽ നിന്ന് നോൺ ഇഷ്യൂവിലേക്ക് ജനങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ ഒരു ഡൈവേഷണറി ടാക്ടിക്സ് എന്ന നിലക്ക് ആണോ ഈ അറസ്റ്റ് എന്നാണ് വിദഗ്ധർ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത്. ന്യായമായിട്ട് നമുക്ക് സംശയിക്കാം. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ അൽ-ഖായിദ വേട്ട എന്ന് പറഞ്ഞിട്ട് പിടിക്കപ്പെട്ടതാണെങ്കിൽ അതിനേക്കാൾ വലിയ തമാശയായിട്ട് മാറിയിട്ടുണ്ട്. അതായത് അൽ-ഖായിദക്ക് വേണ്ടിയിട്ട് പൈസ സ്വരൂപിക്കുന്ന ആളുകളായിട്ടാണ് ഇവരെ പിടിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് പ്രാഥമികമായി കിട്ടുന്ന മീഡിയ റിപ്പോർട്ട്സ്. അവർ ചെയ്തിട്ടുള്ള എന്താണെന്ന് ചോദിച്ചാൽ, ഈ പൊറോട്ട അടിക്കുന്ന, അതുപോലെ കോൺക്രീറ്റ് പണിയൊക്കെ എടുക്കുന്ന ഈ യുവാക്കൾ അവരാണ് പൈസ സ്വരൂപിക്കുന്നത്. നമുക്കിത് വിശ്വസിക്കാൻ ഒരു ലോജിക്കൽ പാരഡൈമിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണിത് എന്നാണ് ഇതിനെക്കുറിച്ച് പ്രാഥമികമായി പറയാനുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ 20 വർഷത്തെ ടെറർ പ്രോസിക്യൂഷൻസിൻ്റെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു കോമഡി ആയിട്ടാണ് ഇത് അനുഭവപ്പെടുക. അത് RSS കമ്മ്യൂണൽ ഫാൻറ്റസീസിനെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണോ അന്വേഷണങ്ങൾ നടത്തുന്നുള്ള ചോദ്യമാണ് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്നത്. ഉദാഹരണത്തിന് ഏറ്റവും വലിയ തമാശയാണ് ഒരു വിവാഹബന്ധം. ഷെഫിൻ ജഹാൻ അതുപോലെ ഹാദിയ എന്ന് പറയുന്ന വിവാഹബന്ധത്തിൽ, ഹാദിയ നേരത്തെ ഒരു ഹിന്ദു പെൺകുട്ടിയായിരുന്നു. ഒരു മുസ്ലിം ആൺകുട്ടി കല്യാണം കഴിച്ചപ്പോൾ അതൊരു ലവ് ജിഹാദാണ് എന്ന പ്രചാരണം RSSൻ്റെ അതുപോലെ സംഘ് പരിവാറിൻ്റെ മിഷണറീസ് പ്രവർത്തിക്കുകയാണ്. അവരുടെ പ്രചാരണം ഇന്ത്യയിലും കേരളത്തിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ NIA രംഗത്ത് വരികയാണ്. അതാണ് ഒരു വിവാഹബന്ധം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി എന്ന് പറയുന്ന പ്രീമിയർ ടെറർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി രംഗത്ത് വരുന്നത്. ഇതിനേക്കാൾ വലിയ തമാശ എന്താണെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഓരോ ടെറർ പ്രോസിക്യൂഷൻസിൻ്റെയും ഉള്ളടക്കം നോക്കുമ്പോൾ
അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുസ്ലിങ്ങൾ വരുമ്പോഴാണ് അവിടെ ടെററിസവും അതുപോലെ പിന്നെ NIA ഒക്കെ കടന്നു വരുന്നത്. അതല്ലെങ്കിൽ അത് അധിക രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ ഈ 3 മുർഷിദാബാദിലെ കുട്ടികളെ അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ അന്ന് തന്നെ സംഭവിച്ചൊരു സംഭവമാണ്. രാജീവ് ശർമ്മ എന്ന് പറയുന്ന ഒരു വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനിലെ ഒരു റിസർച്ചറും അതുപോലെ മിക്കവാറും വലിയ മെയിൻ സ്ട്രീം മീഡിയകളിൽ നിരന്തരം ആർട്ടിക്കിൾസ് എഴുതുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന രാജീവ് ശർമ്മ ചൈനയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒഫീഷ്യൽ സീക്രട്സ് ലീക്ക് ചെയ്തു എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു സ്പൈ കേസാണ്, ഒരു വലിയ ചാര പ്രവൃത്തിയാണ്. ഇതിൽ എവിടെയും NIA നമ്മൾക്ക് കാണുന്നില്ല, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവിടെ വരുന്നില്ല. പക്ഷെ അതേസമയം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ടെററിസ്റ്റുകളെയും അതുപോലെ തന്നെ ക്രിമിനൽ ഗാങ്സിനെയും എല്ലാം 2 രീതിയിൽ വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് ദേശദ്രോഹി, 2 ദേശഭക്ത്. ദേശഭക്ത് തീവ്രവാദികളുണ്ട്, ദേശദ്രോഹി തീവ്രവാദികളുണ്ട്. അതുപോലെ തന്നെ ദേശദ്രോഹി ഡോൺ ഉണ്ട്, ദേശഭക്ത് ഡോൺ ഉണ്ട്. ഉദാഹരണത്തിന് ഡോൺ രവി പൂജാരി ഇതൊരു ദേശഭക്ത് ആയിട്ടുള്ള ഒരു പിന്നെ ഡോണാണ്, ഒരു വലിയൊരു പിന്നെ മാഫിയാണ്. അതുപോലെ പിന്നെ ഡോൺ ദാവൂദ് ഇബ്രാഹിം ഒരു ദേശദ്രോഹി ആയിട്ടാണ് ഇതിനെ രണ്ടും 2 രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് അഭിനവ് ഭാരത് എന്ന് പറയുന്നത് ദേശഭക്ത് തീവ്രവാദി സംഘമാണ്. 2008 മാലേഗാവ് സംഭവം അതുപോലെ സംഝോത്ത എക്സ്പ്രസ് സംഭവങ്ങളിലൊക്കെ MCOCയെ അതുപോലെ ആൻറ്റി ടെററിസ്റ്റ് നിയമങ്ങൾ, ആൻറ്റി ടെറർ പ്രോസിക്യൂഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്പെഷ്യൽ സെക്യൂരിറ്റി ലെജിസ്ലേഷൻസ് ഇതെല്ലാം ഇൻവോക്ക് ചെയ്ത ഒരു ഘട്ടമുണ്ടായി. പക്ഷെ അതിനെല്ലാം ഒഴിവാക്കുന്ന ഒരു സമീപനമാണ് NIA എടുക്കുന്നത്. MCOC ഒഴിവാക്കി കൊടുക്കുന്നു, അവർ ബെയിലിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതാണ് നമുക്ക് അഭിനവ് ഭാരതിൻ്റെ കേസിൽ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ അവർ എക്വിറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അവരെ അപ്പീൽ ചെയ്യാൻ പോകാതിരിക്കുക, NIA അപ്പീൽ പോകുന്നില്ല, അവർ കുറ്റവാളികൾ തന്നെയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവരെ പൂർണ്ണമായിട്ടും അഴിച്ചു വിടുകയാണ്, അവരെ തുറന്നു വിടുകയാണ്, അവർ രക്ഷപ്പെട്ടോട്ടെ എന്നുള്ളതാണ് NIAൻ്റെ സമീപനം. അങ്ങനെ തീർത്തും പാർഷ്യാലിറ്റിയുള്ള വേർതിരിവ് കാണിക്കുന്ന ഒരു സമീപനമാണ് നമുക്ക് NIAൻ്റെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കറിയാം പിന്നെ അഭിനവ് ഭാരതിലും അതുപോലെ രാജീവ് ശർമ്മയിലും ഒന്നും കാണാൻ പറ്റാത്ത ഒരു സംഗതിയാണ് പൊറോട്ട അടിക്കുന്ന മുഷറഫ് ഹുസൈനിൽ കാണുന്നത്. എന്നിട്ട് അദ്ദേഹത്തിനെതിരെ NIA അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊരിക്കലും പിന്നെ കോംപ്രിഹെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി NIA എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ജൂറിഡിക്കൽ നോഡായിട്ട് സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിന് വ്യത്യസ്തമായ തീർത്തും വേറിട്ട ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി, വേറെ തന്നെ ഒരു പ്രോസിക്യൂഷൻ, അതുപോലെ തന്നെ വേറെ തന്നെ ഒരു കോർട്ട്, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു സെപ്പറേറ്റ് ജൂറിഡിക്കൽ സ്ട്രക്ചർ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് വേറെയാണ്, പ്രോസിക്യൂഷൻ വേറെയാണ്, കോർട്ട് വേറെയാണ് എന്ന് മാത്രമല്ല നിങ്ങൾ കാണാൻ സാധിക്കും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സെക്ഷൻ 11, സെക്ഷൻ 17, സെക്ഷൻ 21, 19 ഒക്കെ നിങ്ങൾ വായിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ ഒരു കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തി, അതായത് ഒരു കുറ്റം ആരോപിക്കപ്പെട്ടിട്ട് കുറ്റം തെളിയുന്നത് വരെ ഹീ ഈസ് ഇന്നസെൻറ്റ് അൺലെസ് പ്രൂവൺ ഗിൽറ്റി. പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് ആണ് നിയമത്തിൻ്റെ അടിസ്ഥാനം തന്നെ. പക്ഷേ NIA ആക്ടിൽ പ്രിസംഷൻ ഓഫ് ഗിൽട്ടാണ് പിന്നെ അതായത് കുറ്റമാണ് ഒരാളുടെ മേൽ പ്രിസ്യൂം ചെയ്യുന്നത് എന്നുള്ളതാണ്. സെക്ഷൻ 11, 17, 21, 19 ഒക്കെ നിങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും NIA പൂർണ്ണമായിട്ടും പിന്നെ പ്രോസിക്യൂഷൻ ഹെവി ആയിട്ടുള്ള ഒരു നിയമമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. NIA ആക്ട് എന്ന് പറയുന്നത് ജഡ്ജിനെ സംരക്ഷിക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. ദ ജഡ്ജ് ഈസ് അണ്ടർ ദി മേഴ്സി ഓഫ് ദ പ്രോസിക്യൂട്ടേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ജഡ്ജിൻ്റെ ഭാവി പിന്നെ ലൈ ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിൻ്റെ കാരുണ്യത്തിലാണ്. അവർ തീരുമാനിക്കുകയാണെങ്കിൽ ജഡ്ജിന് ഒരുപക്ഷെ റിട്ടയർമെൻറ്റിന് ശേഷവും അതിനു മുമ്പൊക്കെ അവരുടെ ജോലി നഷ്ടപ്പെട്ടേക്കാം. അതുപോലെ തന്നെ വിറ്റ്നസ്സുകളെ പിന്നെ സംരക്ഷിക്കുക, വിറ്റ്നസ്സുകളെ ആരാണ് എന്ന് പിന്നെ ഡിഫൻസ് ലോയേഴ്സ് മനസ്സിലാവാൻ പോലും പറ്റില്ല, വിറ്റ്നസ്സുകളെ ക്രോസ് ചെയ്യാൻ കഴിയില്ല. വിറ്റ്നസ് ആരാണ് എന്ന് പൂർണ്ണമായിട്ടും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ മറച്ചു പിടിക്കാൻ NIAക്ക് സാധിക്കുമെന്നുള്ളതാണ് അതിലെ മറ്റൊരു പ്രൊവിഷൻ. അതുപോലെ ബെയിൽ പൂർണ്ണമായിട്ടും നിഷേധിക്കുന്ന പ്രൊവിഷൻസ് ഈ പറയുന്ന പ്രൊവിഷനുകളിൽ. അതുപോലെ സീൽഡ് എൻവലപ്സിൽ ഇത് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. സീൽഡ് എൻവലപ്പ്, എന്താണ് ഈ എൻവലപ്പിനകത്തുള്ളത് എന്നത് ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഡിഫൻസ് ലോയർക്കോ അല്ലെങ്കിൽ കുറ്റാരോപിതനോ കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത അവർക്കില്ല. അവരതും കാണിച്ചു കൊടുക്കുന്നത് നാഷണൽ സെക്യൂരിറ്റിയുടെ വിഷയമാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ജഡ്ജിന് നേരിട്ട് അങ്ങ് കൈമാറും. എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും കൈകാലുകൾ ബന്ധിച്ച
കുറ്റാരോപിതൻ എക്യൂസ്ഡാണ് കോടതിയിൽ ഈ NIAൻ്റെ തന്നെ സ്വന്തം കോടതിയിൽ ഹാജരാക്കപ്പെടുന്നത്. നിങ്ങൾക്കറിയാം അതൊരു ഫെയർ ട്രയൽ ആകുമോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചാൽ മതി. പൂർണ്ണമായിട്ടും കൈകാലുകൾ ബന്ധിച്ചതിന് ശേഷം ഒരാളെ റണ്ണിങ് റേസിൽ ട്രാക്കിൽ നിർത്തുകയാണ്, വേറൊരാളെ ഒന്നും സ്വതന്ത്രനായിട്ട് നിർത്തുകയാണ്, ഒന്നുമില്ലാതെ ബന്ധിക്കാതെ, എന്നിട്ട് ഓടാൻ വേണ്ടി പറയുകയാണ്. ആരാണ് ജയിക്കുക എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. എന്നിട്ട് പോലും എത്രമാത്രം കേസുകളാണ് NIA ചെയ്യുന്ന കേസുകൾ പരാജയപ്പെടുന്നത് ഈ കോടതിയിൽ നിങ്ങൾ കാണാൻ സാധിക്കും. എന്തായാലും ഇതാണ് ഇതിൻ്റെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഓൾ മുസ്ലിംസ് ആർ നോട്ട് ടെററിസ്റ്റ് ബട്ട് ഓൾ ടെററിസ്റ്റ് ആർ മുസ്ലിംസ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫ്രേസാണ്. പ്രത്യേകിച്ച് വെസ്റ്റേൺ വേൾഡിൽ ഇത് പ്രചാരം സിദ്ധിക്കേണ്ടായി. ഇത് നമുക്കൊന്ന് ഒബ്ജക്റ്റീവ്ലി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇന്ത്യയിൽ നടന്ന മൊത്തം തീവ്രവാദ ആക്രമണങ്ങൾ, ബേസിക്കലി ടെറർ ഓപ്പറേഷൻസിനെ മൊത്തം ഒരൊറ്റ ഡാറ്റാബേസിൽ ശേഖരിച്ചിട്ടുള്ളത് അമേരിക്കയുടെ US ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ഹോംലാൻഡ് സെക്യൂരിറ്റിയും മാരിലാൻഡ് യൂണിവേഴ്സിറ്റിയും ചേർന്നിട്ട് നടത്തുന്ന ഒരു ഡാറ്റാബേസാണ് ഗ്ലോബൽ ടെററിസം ഡാറ്റാബേസ്. ഇതിൻ്റെ അകത്ത് എല്ലാ വർഷവും ഓരോ ഗവൺമെൻറ്റിൽ നിന്ന് അവർ ശേഖരിക്കുന്ന ഡീറ്റെയിൽസ് ഡാറ്റ അവർ അപ്ഡേറ്റ് ചെയ്ത് അത് ജനങ്ങൾക്ക് റിസർച്ചിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യ നിങ്ങൾ സെലക്ട് ചെയ്യുക. 2001 to 2015 ഞാൻ നോക്കിയത്. ഏറ്റവും കൂടുതൽ ടെറർ അറ്റാക്ക് നടന്നത് 7, 8, 9, 10, 11, 12 ആ സമയത്താണെന്നാണ് നമുക്കറിയാം. പത്രങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വോർ ഓൺ ടെററിൻ്റെ സംഭവങ്ങൾ നടന്നത്. ഇതിൽ നിങ്ങൾ മൊത്തം നോക്കിയാൽ ഈ 15 വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾക്കതിനിപ്പോൾ 2019 വരെയുള്ളത് നിങ്ങൾക്കിപ്പോൾ എടുക്കാം. ഏതാണ്ട് ഒരേ ഫിഗേഴ്സ്, ഞാൻ പറയുന്ന ഫിഗേഴ്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഒരുപക്ഷെ ഇതിനേക്കാൾ കുറയും സംഗതികൾ ഇസ്ലാമിക് ടെററിസത്തിൻ്റെ ഡാറ്റ. അപ്പോൾ ഇസ്ലാമിക് ടെററിസം, അതുപോലെ സെസഷനിസം അഥവാ വിഘടനവാദം, അതുപോലെ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം, മിസലേനിയസ്, ഇങ്ങനെ 4 കാറ്റഗറിയാണ് നമ്മുടെ ഹോം ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ്റിൻ്റെ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് സാധാരണ ഈ ഒരു ക്രൈമിനെ വേർതിരിക്കുന്നത്. നിങ്ങൾ അതേ കാറ്റഗറൈസേഷൻ ഈ പറയുന്ന ഡാറ്റയോട് നിങ്ങൾ ഒന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുന്ന മൊത്തം ടെറർ അറ്റാക്ക്, കഴിഞ്ഞ 15 വർഷത്തെ ടെറർ അറ്റാക്കിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ്. 42% ഇന്ത്യൻ ഗവൺമെൻറ് പറയുന്നത് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഐഡിയോളജിക്കലി നിങ്ങൾ അതിനെ കാറ്റഗറൈസ് കഴിഞ്ഞാൽ ഇടതുപക്ഷ ഭീകരത എന്നുള്ളതാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കോട്ടാണ് അവകാശപ്പെടുന്നതാണ്, ക്ലെയിം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അലജ് ചെയ്യുന്നതാണ്, ആരോപിക്കുന്നതാണ്. 42% ഇടതുപക്ഷ ഭീകരതയാണ്. അതുപോലെ തന്നെ 35%, രണ്ടാമത് വരുന്നത് 35% മിസലേനിയസ് കാറ്റഗറിയിലാണ്. അതിൽ മിക്കതും നമുക്ക് അറിയില്ല, അൺനോൺ എന്നാണ് അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഗവൺമെൻറ്റുകൾക്ക് പോലും അറിയില്ല വാട്ട് ഹാപ്പൻഡ് ആക്ച്വലി, ഹൂ വെർ ദ പെർപെട്രേറ്റേഴ്സ്, ആക്ച്വൽ പെർപെട്രേറ്റേഴ്സ്. ഇതാണ് രണ്ടാമത്തെ കാറ്റഗറി, 35%. മൂന്നാമത്തെ കാറ്റഗറി നിങ്ങൾ വിചാരിക്കും ഇസ്ലാമിക ഭീകരതയാണെന്ന്, അല്ല. മൂന്നാമത്തെ കാറ്റഗറി 22% അൽഗാവാദം അഥവാ വിഘടനവാദം, സെസഷനിസമാണ്. ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ള വിഘടനവാദങ്ങൾ. അതിനുശേഷം ബാക്കി വരുന്ന ഈ 42, 35, 22 ചേർത്ത് കഴിഞ്ഞാൽ 99% വരും. പ്രിസൈസ്ലി സ്പീക്കിംഗ് 0.93% ഇസ്ലാമിക ഭീകരവാദം എന്ന് പറയുന്ന ആരോപിക്കപ്പെടുന്നത് തന്നെ, ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെടുന്നത് തന്നെ 0.93 ആണ്. അതിൽ തന്നെ മഹാഭൂരിപക്ഷവും യഥാർത്ഥത്തിൽ ഭീകരവാദികളല്ല എന്ന് കോടതിയിൽ തെളിയുന്ന കേസുകളാണ് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഈ ഫ്രേസ് ഓൾ മുസ്ലിംസ് ആർ നോട്ട് ടെററിസ്റ്റ് ബട്ട് ഓൾ ടെററിസ്റ്റ് ആർ മുസ്ലിംസിനെ ഞാൻ കുറച്ചൊന്ന് എഡിറ്റ് ചെയ്യാണ്. ഓൾ ടെററിസ്റ്റ് ആർ മുസ്ലിംസ് എക്സെപ്റ്റ് ദ 99.3% എന്നാക്കേണ്ടി വരും. ദാറ്റ് ആറണ്ട്, all terrorists are Muslims except the 99.3% that aren't എന്ന് അതിനെ തിരുത്തേണ്ടി വരും. ഇതാണ് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്. ഇനി നിങ്ങൾ ടെറർ കേസസിൻ്റെ അകത്തേക്ക് നോക്കിയാൽ ഈ പറയുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഗവൺമെൻറ്റുകൾ രേഖപ്പെടുത്തുന്നത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ചെയ്യുന്നതിന് ഏറ്റവും ചെറിയ ക്രൈം അത് ബോംബ് ഉൾപ്പെടുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കോൺസ്പിറസി ഉൾപ്പെടുന്നതാണെങ്കിൽ അതിൽ ഭീകരവാദ നിയമം ചാർത്തപ്പെടും. പക്ഷേ അതേ ആക്ട് വേറൊരു മതത്തിൽപ്പെട്ട ഒരു ആൾ ചെയ്യുകയാണെങ്കിൽ അതിൽ ആ പറയുന്ന കാറ്റഗറീസ് അല്ലെങ്കിൽ ആ പറയുന്ന ഭീകരവാദ നിയമങ്ങൾ അവർ മുകളിൽ വോക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാൻ കണ്ണൂർ പ്രദേശത്ത്, ഇവിടെ കണ്ണൂർ ഒരുപാട് നാടൻ ബോംബുകൾ നിർമ്മിക്കാറുണ്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ.
അവർ നാടൻ ബോംബുകൾ ഉണ്ടാക്കുകയും അത് സ്വയം തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും. അത് മട്ടന്നൂർ ഒരുപാട് സംഭവിക്കാറുണ്ട്, തലശ്ശേരി സംഭവിക്കാറുണ്ട്. കഴിഞ്ഞ 20-25 വർഷം നിങ്ങൾ എടുത്ത് നോക്കൂ, ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ UAPA ചാർത്തപ്പെടുന്ന കേസുകളായിട്ട് മാറിയിട്ടില്ല. അതെല്ലാം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിങ്ങൾക്കറിയാം കതിരൂർ മനോജ് സ്മൃതി കേന്ദ്രം എന്ന് പറയുന്ന പിന്നെ RSS കേന്ദ്രത്തിന് നേരെ പിന്നെ പ്രഭേഷ് എന്ന് പറയുന്ന ഒരാൾ ബോംബ് എറിയുകയുണ്ടായി. അത് വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടുകയുണ്ടായി. പക്ഷേ അതൊരിക്കലും പിന്നെ ഒരു ടെറർ കേസായിട്ട് രേഖപ്പെടുത്തപ്പെട്ടില്ല. അതേസമയം നാറാത്ത് എന്ന് പറയുന്ന ഗ്രാമത്തിൽ PFI പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകൾ ഒരു ചെറിയൊരു പിന്നെ പരിശീലനം എന്ന് ആരോപിക്കപ്പെട്ടൊരു സംഭവം നടന്നപ്പോൾ അതിൽ ബോംബ് പോലെ തോന്നിക്കുന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് നേരെ UAPA ചാർത്തുകയുണ്ടായി. സെയിം ബോംബ്, സെയിം നാടൻ ബോംബ്. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഈ ചാർജ് ഷീറ്റ് നോക്കിയാൽ കാണാൻ സാധിക്കും. സാധാരണ നാടൻ ദേശി ബോംബ്, ദേശി ബോംബ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അത് ഉണ്ട് എന്ന് ആരോപിക്കപ്പെട്ട കേസിൽ UAPA ചാർത്തപ്പെട്ടു. ഒരുപാട് ആളുകളെ അതിൻ്റെ പേരിൽ ട്രയൽ ചെയ്യുകയും പിന്നീട് കോടതിയിൽ തെറ്റായി തെളിയിക്കപ്പെടുകയും ഒക്കെ ചെയ്തു. അതെല്ലാം ആരോപണങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് മതപരമായിട്ട് പിന്നെ ഒരു മതത്തിൻ്റെ ആളുകൾ ചെയ്യുമ്പോൾ അത് പിന്നെ വേറൊരു മതത്തിൻ്റെ ആളുകൾ ചെയ്യുമ്പോൾ അത് വേറൊന്നുമായിട്ട് മാറുന്നത്? ഏറ്റവും വേറൊരു ഉദാഹരണം ഞാൻ പറയാം. പിന്നെ ശശികല ടീച്ചർ, സംഘ് പരിവാർ പിന്നെ നേതാവായിട്ടുള്ള ശശികല ടീച്ചർ പിന്നെ ഒരു ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്നു, ഒരു വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു സ്പീച്ച് നടത്തുന്നു. അതിനെതിരെ കേസ് പോയപ്പോൾ ഒരു ചെറിയ പെറ്റി കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഷംസുദ്ദീൻ പാലത്ത് എന്ന് പറയുന്ന വേറൊരു മുസ്ലിം പേരുള്ള ഒരാൾ പിന്നെ പറയുന്ന അൽ വലാ വൽ ബറാ ഫിൽ ഇസ്ലാം എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഹെയ്റ്റ് സ്പീച്ച് പറഞ്ഞു. അതിൻ്റെ പേരിൽ ചാർത്തപ്പെട്ടത് ഭീകരവാദ വിരുദ്ധ നിയമമാണ്. അതാണ് ഇവോക്ക് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പിന്നെ മതപരമായ രീതിയിൽ പിന്നെ സംഗതികൾ നോക്കിക്കാണുകയും എന്നിട്ട് നമ്മുടെ ആൾ നിങ്ങളുടെ ആൾ എന്ന രീതിയിൽ അതിനെ സെക്ഷൻസ് ഇവോക്ക് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ഒന്നുകൂടി അതിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് UAPA എന്ന് പറയുന്ന നിയമത്തിനകത്ത് സെക്ഷൻ 15 അതാണ് ബേസിക്കലി ടെറർ ആക്ടിനെ ഡിഫൈൻ ചെയ്യുന്ന നിയമം. ഒരു ടെററിസ്റ്റ് ആക്ട് എന്ത് എന്ന് വിശദമായിട്ട് വിശദീകരിക്കുന്നത് ഈ നിയമത്തിൻ്റെ UAPAൻ്റെ അകത്തുള്ള ഈ 15ാമത്തെ സെക്ഷനാണ്. അതിൻ്റെ നിങ്ങൾ ഉള്ളടക്കം നോക്കിയാൽ കാണാൻ സാധിക്കും. ഹൂഎവർ ഡസ് എനി ആക്ട് വിത്ത് ദി ഇൻറ്റൻറ്റ് ടു ത്രെറ്റൻ ഓർ ലൈക്ലി ടു ത്രെറ്റൻ, അതായത് പിന്നെ ത്രെറ്റൻ ദ യൂണിറ്റി, ഇൻറ്റഗ്രിറ്റി, സെക്യൂരിറ്റി ആൻഡ് സോവറിനിറ്റി ഓഫ് ഇന്ത്യ or with the intent to strike terror or likely to strike terror in the people of any section of the people in India or in any foreign country. ഇതാണ് അതിൻ്റെ ഡെഫിനിഷനായിട്ട് എഴുതിയിട്ടുള്ളത്. ബൈ യൂസിങ് ബോംബ്സ്, ഡൈനമൈറ്റ്സ് ഓർ അതർ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ നിയമത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഇൻറ്റൻറ്റ് എന്ന് 2 തവണ പറഞ്ഞിട്ടുണ്ട്. ഉദ്ദേശ്യം, അതിന് നമ്മൾ നിയ്യത്ത് എന്ന് പറയും അറബിയിൽ. ബേസിക്കലി ഇൻറ്റൻറ്റ്, ഈ ഇൻറ്റൻറ്റ് ഓഫ് ദി ക്രൈം അതിനനുസരിച്ചായിരിക്കും ടെറർ ഡിഫൈൻ ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഈ സെക്ഷൻ 15 പറയുന്നത്. ഈ ഇൻറ്റൻ്റ് ആകട്ടെ പോലീസാണ് ഒരാളുടെ മേലിലേക്ക് കെട്ടിച്ചമക്കുന്നത്. ഒരാളുടെ ഇൻറ്റൻറ്റ് ഈ ദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഈ പറയുന്ന ടെറർ ആക്ട് കൊടുക്കണോ വേണ്ടേ, ടെറർ ആക്ട് ഇവോക്ക് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഈ പറയുന്ന സെക്ഷൻ 15 ഇൻറ്റൻറ്റ് വെച്ചിട്ടാണ് എന്ന് വരുമ്പോൾ വളരെ ഭീകരമാണ്. ചില ആളുകളുടെ ഉദ്ദേശം ഈ രാജ്യത്തെ ത്രറ്റൻ ചെയ്യാനുള്ളതാണ്, വേറെ ചില ആളുകളുടെ ഉദ്ദേശം അതിനേക്കാൾ ചെറിയ ഉദ്ദേശമേ ഉള്ളൂ എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് വകവെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന വ്യത്യാസം വരുന്നത്, ഈ മതപരമായ വ്യത്യാസം, ബേസിക്കലി പ്രജുഡൈസ്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഉള്ളിൽ കയറ്റപ്പെട്ടിട്ടുള്ള സംഘ് പരിവാറിൻ്റെയോ അല്ലെങ്കിൽ മറ്റു തര ആശയ വിചാരധാരയുടെയോ പിന്നെ വക്താക്കളായി അവർ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും അവർ നോക്കിക്കാണുന്ന ദൃഷ്ടികോണ് മാറുകയും മുസ്ലിങ്ങൾ ചെയ്യുമ്പോൾ അത് ഭീകരവാദികളായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക. ഇതിനെ നിങ്ങളൊന്നുകൂടി അവലോകനം ചെയ്താൽ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് രാജീവ് ഗാന്ധി വധക്കേസ്, അസാസിനേഷൻ കേസ്, അതിൻ്റെ അകത്തേക്ക് നിങ്ങളൊന്ന് പോവുക. ആ കേസിൻ്റെ പിന്നെ വിധി, സുപ്രീം കോടതി വിധി നിങ്ങളൊന്ന് വായിച്ചാൽ കാണാൻ സാധിക്കും. ഞാനതിൻ്റെ ഒരു വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം ഞാൻ പിന്നെ വായിക്കുകയാണ്. സ്റ്റേറ്റ് വേഴ്സസ് നളിനി ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന സുപ്രീം കോടതി വിധിയുടെ വളരെ പ്രധാനപ്പെട്ട റെലവൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് ഞാൻ വായിക്കുകയാണ്. അതിൽ പറയാണ്, രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വധിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഈ ഓപ്പറേഷൻ ഇതൊരു ടെറർ ഓപ്പറേഷൻ അല്ല എന്നാണ് കോടതി പറയുന്നത്. അത് പിന്നെ സ്വന്തം മേലിൽ ബോംബ് കെട്ടിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വധിച്ച ആ കേസ്
അത് ഭീകരവാദമല്ല എന്ന് പറയാനുള്ള ന്യായം പറയുന്നത് നിങ്ങൾ കേൾക്കുക. സുപ്രീം കോടതി വിധിയാണ്. ബട്ട് ദർ ഈസ് ആബ്സല്യൂട്ട്ലി നോ എവിഡൻസ് ദാറ്റ് എനി വൺ ഓഫ് ദ കോൺസ്പിറേറ്റേഴ്സ് എവർ ഡിസൈഡ് ദ ഡെത്ത് ഓഫ് എനി ഇന്ത്യൻ അതർ ദാൻ രാജീവ് ഗാന്ധിയെക്കപ്പുറം വേറെ ഏതെങ്കിലും ഒരു ഇന്ത്യനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് അവർ ഉദ്ദേശിച്ചിട്ടില്ല. എമംഗ് ദ സീരീസ് ഓഫ് കൺഫെഷൻസ് മെയ്ഡ് ബൈ റെക്കോർഡ് നമ്പർ ഓഫ് അക്യൂസ്ഡ് ഇൻ എനി സിംഗിൾ കേസ് ആസ് ഇൻ ദിസ് കേസ്, നോട്ട് ഈവൺ വൺ ഓഫ് ദം ഹാവ് സ്റ്റേറ്റഡ് ദാറ്റ് anybody had the desire to or intention to murder one more person along with Rajiv Gandhi except perhaps the murderer herself. അത് വേറെ ആരെങ്കിലും കൊല്ലാൻ അവർക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല. ഇൻറ്റൻറ്റ് ഇത് അളക്കുവാനുള്ള ഭൗതികമായ ഏത് മാനദണ്ഡമാണ്, ഏത് ലബോറട്ടറിയാണ് അത് പരീക്ഷിച്ചത് നമുക്കറിയില്ല. പക്ഷെ അവർ പറയുന്നത് അങ്ങനെ ഒരു ഇൻറ്റൻറ്റ് അവർക്ക് ഉണ്ടായിട്ടില്ല. ഓൾട്ടർനേറ്റീവ്ലി, ഈവൻ ഇഫ് ശിവരസൻ ആൻഡ് ദ ടോപ്പ് ബ്രാസ് ഓഫ് LTTE knew that there was likelihood of more casualties that cannot be equated to a situation that they did it with an intention to strike terror in any section of the people എന്ന് പറഞ്ഞിട്ട് ആ കോടതി വിധി നിങ്ങൾക്ക് കാണാം. അതിൻ്റെ SCC 253 നിങ്ങളതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുക. ഇത് പ്രൊട്ടക്റ്റിംഗ് ബൈ റൈറ്റിയസ്നെസ് ദ 8th അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ റിപ്പോർട്ട് 2008 പേജ് 2041. ഇത് നിങ്ങൾക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഇത് ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഏതായാലും കൃത്യമായിട്ട് രാജീവ് ഗാന്ധി അസാസിനേഷൻ എന്ന് പറയുന്ന ആ ഒരു വലിയ ഭീകരാക്രമണത്തെ അതിനൊരിക്കലും ഒരു ഭീകരാക്രമണമായിട്ടല്ല, മറിച്ച് ഒരു പൊളിറ്റിക്കൽ വയലൻസ് ആയിട്ട് മാത്രമേ അതിനെ കാണാൻ പാടുള്ളൂ. കാരണം അവരുടെ ഇൻറ്റൻഷൻ ഓവർത്രോയിങ് ദ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്ട്രൈക്ക് ടെറർ എമംഗ് ദ പീപ്പിളോ ആയിരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കോടതി വിധി വരുന്നത്. ഇതൊരു മുസ്ലിമാണ് ചെയ്തതെങ്കിലോ തീർച്ചയായിട്ടും ഒരു ചോദ്യം ഉണ്ടാവില്ല അതൊരു ഭീകരവാദ പ്രവർത്തനമാണെന്നുള്ളതിന്. അപ്പോൾ ബേസിക്കലി ഭീകരവാദം എന്ന് പറയുന്ന ഈ മൊത്തം ഡിസ്കോഴ്സ് ബേസിക്കലി ഫ്ലോഡാണ് എന്നും അത് യഥാർത്ഥത്തിൽ തന്നെ അകത്ത് പഴുതുകളുള്ളതാണ് എന്നും അത് പൊളിറ്റിക്കൽ റീസൺസ് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ അവരുടെ തരം പോലെ ചിത്രീകരിക്കുവാനും അത് വച്ചിട്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുവാനും ഒക്കെയുള്ള സെൻസേഷണലിസം ക്രിയേറ്റ് ചെയ്യാനും ജനങ്ങളെ പോളറൈസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ഉപാധിയായിട്ട് ഒരു ടൂളായിട്ട് അത് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക. നിങ്ങൾ തീവ്രവാദത്തെ അല്ലെങ്കിൽ തീവ്രവാദ ആരോപണങ്ങളെ പൂർണ്ണമായിട്ടും ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ തീവ്രവാദ കേസുകളെയും നിങ്ങളെടുത്തിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്താൽ തീവ്രവാദികളെ നിങ്ങൾക്ക് ഈ പറയുന്ന കോട്ട് ആൻഡ് കോട്ട് അലജ്ഡ് ആരോപിക്കപ്പെട്ട തീവ്രവാദികളെ നിങ്ങൾക്ക് 5 കാറ്റഗറിയിൽ അതിനെ പെടുത്താം. ബേസിക്കലി 5 ടൈപ്സ് ഓഫ് ടെററിസ്റ്റ്സ്. ഒന്നാമത്തത് അവർ തീർത്തും നിരപരാധികളാണ്. ഒന്നുകിൽ അവർക്ക് ഈ വിഷയത്തെക്കുറിച്ചോ ഈ പറയുന്ന വയലൻ്റ് ആക്ടിനെ സംബന്ധിച്ചോ അവർക്കൊന്നും അറിയില്ല. ഒന്നും അറിയാത്ത ആളുകളെ പിടിച്ചിട്ട് ഇങ്ങനെയുള്ള കേസുകളിൽ കുറ്റം ആരോപിക്കുകയും പിന്നീട് അവരെ കൊണ്ട് ടോർച്ചർ ചെയ്ത് എൻഹാൻസ്ഡ് ഇൻട്രോഗേഷൻ ടെക്നീക്സ് എന്ന് പറയുന്ന വ്യത്യസ്തങ്ങളായ ടെക്നീക്സ് ഉപയോഗിച്ചുകൊണ്ട് അവരെ കൊണ്ട് ഒപ്പിടിക്കുക, എക്സ്ട്രാക്ഷൻ ഓഫ് കൺഫെഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, കുറ്റം സമ്മതമൊഴിയിൽ അവർ ഒപ്പിടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാറ്റഗറി. അതിൽ പലതരത്തിലുള്ള ആളുകളുണ്ടാവും. തീർത്തും ഒന്നും അറിയാത്ത രാഷ്ട്രീയമായിട്ട് തീർത്തും നിർജീവമായ അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊന്നുമില്ലാത്ത ആളുകളുണ്ടാകാം. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവരായിട്ടുള്ള ആളുകളും ഉണ്ടാകാം. ഉദാഹരണത്തിന് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിന് വിരുദ്ധമായി പ്രവർത്തിച്ച ഡൽഹി കേന്ദ്രമായി പ്രവർത്തിച്ചതും ഇന്ത്യയിലെ വ്യത്യസ്ത മെട്രോപൊളിറ്റൻ സിറ്റികളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്കെതിരെ ഇപ്പോൾ UAPA ചാർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉമർ ഖാലിദ് ഉദാഹരണത്തിന്. അവരാവർത്തിച്ച് പറയുന്നത് ഒരു അക്രമ പ്രവർത്തനങ്ങളും ചെയ്യാൻ പാടില്ല. അത് ഗാന്ധിയുടെ അഹിംസയും അതുപോലെ തന്നെ സത്യാഗ്രഹിയും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും ഒക്കെയാണ് ഇതിൻ്റെ പരിഹാരമെന്ന് കൃത്യമായിട്ട് അവർ ആവർത്തിച്ച് പറയുന്നു. പക്ഷെ അവരെ പിടിച്ചിട്ട് അവരെ മുകളിൽ ഡൽഹി കലാപം എന്ന് പറയുന്ന കലാപം അവരുടെ തലയിലേക്ക് കെട്ടിവെക്കുകയും യഥാർത്ഥത്തിൽ ഡൽഹി കലാപത്തിന് നേതൃത്വം കൊടുത്ത മുസ്ലിം വിരുദ്ധ കലാപമാണ് നിങ്ങൾ ഓർക്കണം, നേതൃത്വം കൊടുത്ത BJP സഹയാത്രികരെയും BJP നേതാക്കളെയും എല്ലാം അവർ ഹീറോസായിട്ട് വാഴിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ ഈ അടുത്ത കാലത്ത് കാണുകയുണ്ടായി. ഇതൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും കേൾക്കുന്ന സമയത്ത്. ഏതായാലും ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി. ഇന്നസെൻസ് ആണ്, അവർക്ക് യഥാർത്ഥത്തിൽ അക്രമവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിൽ വേറെ നിങ്ങൾക്ക് തീവ്രവാദ കേസിനെ നോക്കുകയാണെങ്കിൽ ഈ കാറ്റഗറിയിൽ വരുന്നതാണ് മാലേഗാവ് 2006, മാലേഗാവ് 2008, സംഝോത്ത എക്സ്പ്രസ്, അജ്മീർ ദർഗാ ബ്ലാസ്റ്റ്. ഇതെല്ലാം തന്നെ
ആദ്യം ആരോപിക്കപ്പെട്ട ഈ പറയുന്ന ഭീകരവാദികൾ, ഹൂങ്കാർ ആതങ്കവാദി, ഡ്രെഡഡ് ടെററിസ്റ്റ് എന്ന് പറയുന്ന ആളുകളൊക്കെ പിന്നീട് കോടതിയിൽ തെളിയുന്നത് ഇവരൊന്നിനും ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ അത് ചെയ്തത് വേറൊരു സെറ്റ് ഓഫ് അക്യൂസ്ഡ് ആണ്. അത് അഭിനവ് ഭാരത് എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പിന്നീട് വേറൊരു കുറ്റാന്വേഷണം നടക്കുകയുണ്ടായി. പക്ഷെ അപ്പോഴും അത് പറയുന്ന ഘട്ടത്തിലും ഇവരുടെ ഈ കുറ്റസമ്മത മൊഴി കോടതിയിലുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് അവർ എക്സ്ട്രാക്ട് ചെയ്യുന്നത് പീഡനത്തിലൂടെ, പീഡനമുറകൾ ഉപയോഗിച്ചുകൊണ്ട്. ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തേത് പോലീസിൻ്റെ ഇൻഫോമേഴ്സ് ആയിട്ടുള്ള ആളുകൾ, പോലീസിന് വേണ്ടിയിട്ട് മുഖ്ബിർ വർക്ക് ചെയ്യുന്ന ആളുകൾ. അവരെ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് പോലീസ് അവരൊരിക്കലും അവരുടെ കഥകൾ പിന്നീട് ജനസമൂഹത്തോട് പറയാതിരിക്കാൻ അവരെ പിടിച്ചിട്ട് ജയിലിൽ കാലാകാലം ജയിലിൽ അകപ്പെടുത്താൻ വേണ്ടി അവർക്കെതിരെ തീവ്രവാദ കേസ് ചാർത്തുക. ഇതിന് ഉദാഹരണമാണ് ഇർഷാദ് അലി ആൻഡ് മൗരിഫ് ഖമർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഡൽഹി എന്ന് പറയുന്ന കേസ്. അതിനെപ്പോലെ തന്നെ ഇങ്ങനെയുള്ള മോഡ്യൂൾസിനെ നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ ഡോക്യുമെൻ്റ് ചെയ്തതായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഡോക്യുമെൻ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഇൻഫോമേഴ്സ്, അതുപോലെ തന്നെ ഇൻഫോമേഴ്സിൽ തന്നെയുള്ള വേറൊരു കാറ്റഗറി, അല്ലെങ്കിൽ നമ്മൾ ഈ 5 കാറ്റഗറിയിൽ മൂന്നാമത്തായിട്ട് നമുക്ക് പെടുത്താവുന്നൊരു സംഗതിയാണ് ഇൻസ്റ്റിഗേറ്റർ ആൻഡ് ഇൻസ്റ്റിഗേറ്റഡ് മോഡ്യൂൾ എന്ന് പറയുന്നത്. ഇൻസ്റ്റിഗേറ്റേഴ്സ് അഥവാ ഒരാളെ കൊണ്ട് കുറ്റം ചെയ്യിക്കുക, അങ്ങനെ ചെയ്യിക്കുവാൻ വേണ്ടി ബിഹൈൻഡ് ദ കേർട്ടൻസ് ബേസിക്കലി പോലീസ് യൂണിഫോമിലില്ലാത്ത എന്നാൽ സമുദായത്തിൻ്റെ നേതാവായിട്ടോ അല്ലെങ്കിൽ ഒരു ജിംനേഷ്യത്തിലെ ഇൻസ്ട്രക്ടറായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അവർ വരികയും അവർക്ക് ഇനി അക്രമമല്ലാതെ വേറൊരു വഴിയില്ല എന്ന് ഈ അക്രമോത്സുകരായ തീർത്തും ഹോപ്പ്ലെസ് ആയ യുവാക്കൾക്ക് മുന്നിൽ അവരെ കൊണ്ട് അക്രമത്തിന് വേണ്ടി പ്രേരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുക. അങ്ങനെ ഇൻസ്റ്റിഗേറ്റേഴ്സായിട്ട് വർക്ക് ചെയ്യുകയും എന്നിട്ടൊരു ഘട്ടം കഴിയുമ്പോൾ അവർ ആ അക്രമ പ്രവർത്തനം ചെയ്യുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ പോലീസുകാരെ നേരിട്ട് അറിയിക്കാതെ ഞാൻ റെഡിയാക്കിയ ആളുകൾ ഓൾറെഡി ശരിയായിട്ടുണ്ട്, അവർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻഫോം ചെയ്യുക. ഇതാണ് ഇൻസ്റ്റിഗേറ്റർ മോഡ്യൂൾ. ഇതും സക്സസ്ഫുള്ളി ഇന്ത്യയിലുടനീളം നടന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇർഷാദ് അലി ആൻഡ് മൗരിഫ് ഖമർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഡൽഹി എന്ന് പറയുന്ന കേസിൽ ഇത് CBI എൻക്വയറി നടത്തുകയും അദ്ദേഹം പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് കോടതിയിൽ ബോധ്യമാവുകയും പിന്നീട് അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്യുകയുണ്ടായി. ഇത് തന്നെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് അമേരിക്കയിലുള്ള 500-ലേറെ കേസുകൾ. ഇങ്ങനെയുള്ള ഇൻസ്റ്റിഗേറ്റഡ് മോഡ്യൂൾ ഇതിനെ വിശദമായിട്ട് പരിശോധിച്ച് അതിനെ ഡോക്യുമെൻ്റ് ചെയ്തൊരു പുസ്തകമാണ് ട്രെവോർ ആരോൺസൻ്റെ ടെറർ ഫാക്ടറി എന്ന് പറയുന്ന പുസ്തകം. അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ ഇല്യൂഷൻ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇന്ത്യയിൽ അങ്ങനെയുള്ള കേസുകൾ വിശദമായിട്ട് പറയുന്ന ഒരു പുസ്തകമാണ് അമിതാഭ് കുമാർ എഴുതിയിട്ടുള്ള എവിഡൻസ് ഓഫ് സസ്പീഷൻ എന്ന് പറയുന്ന പുസ്തകം. ഇങ്ങനെ 100 പുസ്തകങ്ങളും റിപ്പോർട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഡോക്യുമെൻ്റ് ചെയ്തതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ഇതൊന്നും കോൺസ്പിറസി തിയറീസ് അല്ല, ഇതൊന്നും ഉണ്ടല്ലോ ഗൂഢാലോചന സിദ്ധാന്തങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് പ്രത്യേകം ഇവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ നാലാമതായിട്ട് ക്രിമിനൽസാണ്. ബേസിക്കലി അവർ ക്രിമിനൽ ഗാങ്സാണ്. അവരെ പോലീസ് പിടിക്കുന്ന സമയത്ത് പോലീസിന് ഗാലൻട്രി അവാർഡ്സ്, അതുപോലെ പോലീസിന് പ്രൊമോഷൻ, പാരിതോഷികങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പിടിച്ച ആൾ വലിയ ആതങ്കവാദിയാണ്, ടെററിസ്റ്റാണ് എന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് അവർ പറയുകയും പിന്നീട് അദ്ദേഹത്തിന് അത് കിട്ടുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കും, ഒരുപാടെണ്ണം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 5ാമത്തെ കാറ്റഗറിയാണ് യഥാർത്ഥത്തിൽ തന്നെ തീവ്രവാദം അല്ലെങ്കിൽ വയലൻ്റ് എക്സ്ട്രീമിസം, വിധ്വംസക തീവ്രവാദം എന്ന് പറയുന്ന തീവ്രവാദ ആശയങ്ങൾ അകത്തേക്ക് പ്രവേശിച്ച് അങ്ങനെ ചെയ്യുന്ന ആളുകൾ. അത് എല്ലാ മതവിഭാഗങ്ങളിലുമുണ്ട്. ഏതെങ്കിലും ഒരു മതവുമായിട്ട് ബന്ധം അതിനില്ല എന്ന് പ്രത്യേകം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ സിഖുകാർക്ക് ഉള്ളിൽ ഉണ്ട്. നമുക്കറിയാം ഖലിസ്ഥാൻ മൂവ്മെൻറ്റ്, ബബ്ബർ ഖൽസ ഉൾപ്പെടെയുള്ള 20-ലേറെ സിഖ് തീവ്രവാദികളുണ്ട്. ഈവൻ നിരീശ്വരവാദികൾക്കുള്ളിൽ അതുണ്ട്. നിരീശ്വരവാദത്തിനകത്തുള്ള മിലിറ്റൻ്റ് എയ്ത്തീസത്തെക്കുറിച്ച് വിശദമായിട്ട് ഗവേഷണം ചെയ്യുന്ന പുസ്തകങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തിയോഡോർ ആർ വീക്സിൻ്റെ പുസ്തകം നിങ്ങൾ വായിക്കുക. അതിൽ എങ്ങനെയാണ് ഓവർ ദ ലാസ്റ്റ് 500 years മിലിറ്റൻ്റ് എയ്ത്തീസം എങ്ങനെയാണ് മതവിശ്വാസികളെ ആക്രമിക്കുകയും കൊല്ലുകയും നഗരങ്ങളെയും ഗ്രാമങ്ങളെയും ചുട്ടരിക്കുകയും ഒക്കെ ചെയ്തത് എന്നുള്ളതിൻ്റെ ചരിത്രം നിങ്ങൾക്കതിൽ കാണാൻ സാധിക്കും. അതുപോലെ ഇന്ത്യക്കകത്ത് ഹിന്ദുത്വ ഭീകരവാദികൾ കഴിഞ്ഞ 100 വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ്. അവർ കലാപങ്ങളുണ്ടാക്കി മതത്തിൻ്റെ പേരിൽ, അവരുടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അവരത് ചെയ്യുകയുണ്ടായി. ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കുണ്ട്, ഇന്ത്യക്കകത്ത് തന്നെയുണ്ട്. NSCN, ഓങ് ബാക്ക് മൊയ്ബ ഉൾപ്പെടെയുള്ള നോർത്ത് ഈസ്റ്റിലുള്ള ക്രിസ്ത്യൻ മിലിറ്റൻ്റ് ഓർഗനൈസേഷൻസ്. അതുപോലെ തന്നെ യൂറോപ്പിൽ 100 കണക്കിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വൈറ്റ് സുപ്രീമസിസ്റ്റ്, കാത്തലിക് ആസ് വെൽ ആസ് പ്രൊട്ടസ്റ്റൻസ്, അങ്ങനെ വ്യത്യസ്ത വിചാരധാരയിൽ ഉള്ള ക്രിസ്ത്യാനികൾക്കുള്ളിൽ തന്നെയുള്ള
പിന്നെ മിലിറ്റൻറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ നിങ്ങൾ കാണാൻ സാധിക്കും. ബുദ്ധിസ്റ്റുകൾക്കുള്ളിൽ നിങ്ങൾ കാണാൻ സാധിക്കും. മ്യാൻമറിലുണ്ട്, അതുപോലെ പിന്നെ തായ്ലൻഡിലുണ്ട്, ജപ്പാൻ്റെ അകത്തുണ്ട്, ചൈനയിലുണ്ട്, ടിബറ്റിലുണ്ട്, എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിസ്റ്റ് തീവ്രവാദികൾ. നേർക്കുനേരെ തന്നെ ഭീകരവാദം അവരുടെ പ്രവർത്തന വഴിയായി സ്വീകരിച്ച. ഇനി ഇസ്ലാമിക ഭീകരവാദികൾ അല്ലെങ്കിൽ ഇസ്ലാമിനെ കൂടെ ചാർത്തപ്പെടുന്ന ആളുകളുടെ പിന്നെ ആളുകളും ഉണ്ട് എന്നുള്ളത് കൂടി ഇതിനെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയും ഉണ്ട്, അതിനെ ഒരിക്കലും തള്ളാൻ സാധ്യമല്ല. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളിലും ഭീകരവാദികൾ ഉണ്ട്. ഇതിനെ നിങ്ങൾക്ക് ഭീകരവാദം എന്ന ലേബൽ ചാർത്തുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബേസിക്കലി രണ്ടായിട്ട് അതിനെ വേർതിരിക്കേണ്ടി വരും. ഒന്ന് പൊളിറ്റിക്കൽ റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ്സ് ആണ്. ഇതിനെയും തീവ്രവാദികളെന്ന് പറയും. ഉദാഹരണത്തിന് ഫലസ്തീനിലുള്ള ആളുകൾ, അവരെ നിങ്ങൾ പൊളിറ്റിക്കൽ റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ് എന്നുള്ളതിന് പകരം തീവ്രവാദികൾ എന്നും പേര് പറയാറുണ്ട്. അതിനെക്കുറിച്ചല്ല ഞാനിപ്പോൾ സംസാരിക്കുന്നത്. വേറൊരു വിഭാഗമുണ്ട്, അൽ ഖായിദ, ഐസിസ് പോലുള്ള ഓർഗനൈസേഷൻസ്. ഇവർ ഒരേ സമയം പൊളിറ്റിക്കൽ റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ്സുമാണ്. അതേ അവസരം തന്നെ ഇവരുടെ ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനം, ഈ പറയുന്ന മിലിറ്റൻ്റ് എക്സ്ട്രീമിസം അല്ലെങ്കിൽ വയലൻ്റ് എക്സ്ട്രീമിസത്തെ മുസ്ലിം ലോകം ഒന്നടങ്കം അതിനെ അപലപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ലോകത്തെ ഒരൊറ്റ മുസ്ലിം സ്കോളറും ആധികാരികമായി സംസാരിക്കുന്ന ഒരൊറ്റ മുസ്ലിം സ്കോളറും ഇതിനെ അപലപിക്കുക എന്നുള്ളതല്ലാതെ അതിനെ സ്വാഗതം ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ഉദാഹരണത്തിന് ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് മുസ്ലിം സ്കോളേഴ്സ്, അതുപോലെ ലോകത്തുടനീളമുള്ള ഫത്വ കൗൺസിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ തീവ്രവാദത്തെ, അൽ ഖായിദയുടെയും ഐസിസിൻ്റെയും ഈ തീവ്രവാദത്തെ നിശിതമായിട്ട് ഖണ്ഡിച്ചതായിട്ട് കാണുവാൻ സാധിക്കും. ബേസിക്കലി അവർ ഒരു മിയർ പൊളിറ്റിക്കൽ റെസിസ്റ്റൻസ് അല്ല, മറിച്ച് ഇവരുടെ തത്തുല്യമായ, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് കാണാൻ സാധിക്കും, ഇവരുടെ തത്തുല്യമായ ഇന്ത്യൻ വേർഷനാണ് ഒരു പക്ഷേ സംഘ് പരിവാർ പ്രതിദാനം ചെയ്യുന്നത് നമുക്ക് പറയാൻ സാധിക്കും. ബേസിക്കലി അവരല്ലാത്ത ഒന്നിനെയും അവർ അംഗീകരിക്കുകയില്ല. അവരല്ലാത്ത എല്ലാത്തിനെയും കൊല്ലുക, നിഷ്കാസനം ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അവർ പറയുന്നത്. ബേസിക്കലി അതിന് പല കാരണങ്ങളും അവരൊരു പക്ഷേ ചമച്ചേക്കാം. അവർ പറയും ഇവർ കാഫിറാണെന്നുള്ള പദപ്രയോഗമാണ് ഇവർ നടത്തുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ കാഫിറുകളാണ്. ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നത് ദേശദ്രോഹികൾ അല്ലെങ്കിൽ നമ്മുടെ ദേശത്തിൽ ജനിച്ചിട്ടില്ലാത്ത ആളുകൾ എന്നാണ്. അപ്പോൾ ബേസിക്കലി ഒന്നാമത്തേത് കാഫിർ കുഫർ എന്ന് പറയുന്ന വേർതിരിവാണ് ഒന്നാമത്തേത്. അൽ ഖായിദയെ സംബന്ധിച്ചിടത്തോളം, ഐസിസിനെ സംബന്ധിച്ചിടത്തോളം കാഫിറുകളെ കൊല്ലുക, അതുപോലെ തന്നെ ഹിജ്റ, ഖിലാഫത്ത്, ജിഹാദ്, അൽ വലാ വൽ ബറാ ഫിൽ ഇസ്ലാം, ഈ 5 വിഷയങ്ങളിൽ ലോക മുസ്ലിങ്ങൾ ഒരു ഭാഗത്തും ഈ പറയുന്ന ചെറിയ ന്യൂനപക്ഷം, മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് പറയാം, ഈ വിഭാഗം വേറൊരു പക്ഷത്തുമാണ് നിങ്ങൾ കാണാൻ സാധിക്കും. ഇവരെ മധ്യമ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള വിശദമായിട്ടുള്ള തിയറിറ്റിക്കൽ ഡിസ്കോഴ്സ് ലോക മുസ്ലിം സമൂഹത്തിൽ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പൂർണ്ണമായിട്ടും പറഞ്ഞുകൊണ്ട് അതിനെ അപലപിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ ആരാണ് ഇവരുടെ തിയറൈസേഷൻ നടത്തുന്നത്? ഇവരുടെ നേതാക്കൾ ആരാണ്? ഇതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമില്ലാത്ത ആളുകൾ ചെയ്യുന്നതെന്താണെന്ന് ചോദിച്ചാൽ ആ കുറ്റം ഇവിടെയുള്ള മെയിൻ സ്ട്രീം ഓർഗനൈസേഷൻസിൻ്റെ മുകളിൽ ചാർത്തും. ഇവിടെയുള്ള ഓർഗനൈസേഷൻസിൻ്റെയും അവരുടെ നേതാക്കളുടെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ഇവരാണ് തീവ്രവാദികൾ എന്ന് സാധാരണ തട്ടിവിടാറുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ അത് കാണാൻ സാധിക്കും. അവർക്കിതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രൈമറി സോഴ്സിനെ അവലംബിച്ചുകൊണ്ടല്ല അവരിതിനെക്കുറിച്ചൊന്നും പറയുന്നത് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇവരുടെ ഈ അൽ ഖായിദയുടെയും ഐസിസിൻ്റെയും തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, ഉദാഹരണത്തിന് അബൂ മുഹമ്മദ് അൽ മഖ്ദിസി, അദ്ദേഹം ഒരു വലിയ ഒരു തിയററ്റീഷ്യൻ, സ്കോളറാണ് അവരുടെ. അതുപോലെ ബസീർ അൽ താർത്തൂസി, അബൂ ഹംസ അൽ മുഹാജിർ, അബു ഉമർ അൽ ബഗ്ദാദി. അബു ഉമർ അൽ ബഗ്ദാദിയും അബു ഹംസ അൽ മുഹാജിറും കൂടി എഴുതിയിട്ടുള്ള മജ്മു എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഈ പുസ്തകമാണ് ഇവരുടെ ബൈബിൾ, ഒരുപക്ഷെ ഐസിസിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത്, അവരുടെ അടിസ്ഥാന രേഖയായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ തുർക്കി ബിൻ അലി, അബു മുഹമ്മദ് അൽ അദ്നാനി, അബു മൂസബ് അൽ സൂരി, അബൂ ബക്കർ അൽ നാജി ഉൾപ്പെടെയുള്ള ഒരുപാട് സ്കോളേഴ്സിനെ കുറിച്ച് പറയാൻ കഴിയുമോ നമുക്കറിയില്ല. ഇവരാണ് യഥാർത്ഥത്തിൽ ഈ എക്സ്ക്ലൂസിവിസ്റ്റ് വിചാരധാര ലോകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പറയുന്ന അൽ ഖായിദയുടെയും ഐസിസിൻ്റെയും വിചാരധാരയെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അന്ന് മാത്രമല്ല, കഴിഞ്ഞ 200 വർഷത്തിൽ ഇങ്ങനെയുള്ള ഒരു ജൂറിസ്പ്രുഡൻസ് ഓഫ് ബ്ലഡ്, ഫിഖ്ഹുദ്ദം എന്ന് പറയുന്ന ഒരു പിന്നെ ജൂറിസ്പ്രുഡൻസ് തന്നെ ഉള്ളതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു പരമ്പരയെ സംബന്ധിച്ച് അതിൻ്റെ ആധികാരികമായൊരു പഠനം ലോകത്ത് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ, കേരളത്തിനകത്ത് അതിൻ്റെ റെഫ്യൂട്ടേഷൻ, ഇതിനെ ഖണ്ഡിക്കുന്ന പുസ്തകങ്ങൾ
കണ്ടമാനമില്ല എന്നുള്ളതും ഒരു കുറവാണ്. അതിനെ നികത്തുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം തീർച്ചയായിട്ടും ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾ ചെയ്യേണ്ടതാണ് എന്ന് തരുണത്തിൽ പ്രത്യേകമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ അൽ ഖാഇദ, ഐസിസ് എന്ന് പറയുന്ന ഈ ആശയം ബേസിക്കലി മുസ്ലിം ലോകം ഒന്നടങ്കം തള്ളിയ ഒരാശയമാണ്. അപ്പോൾ ബേസിക്കലി ഇവരെ ഇസ്രായേലല്ലേ സൃഷ്ടിച്ചത്, ഇവരെ ഉണ്ടാക്കിയത് അമേരിക്കയല്ലേ എന്നാണ് സാധാരണ ചോദിക്കാറുള്ളത്. അമേരിക്ക ഉണ്ടാക്കിയൊരു സാധനമല്ലേ, ഉണ്ടാക്കുകയല്ല അമേരിക്ക ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ ചെയ്യുന്നത്. അവരുടെ ജിയോ പൊളിറ്റിക്കൽ ആംബിഷൻസിനെ പൂർത്തീകരിക്കുവാൻ വേണ്ടി അവർ ചെയ്യുന്നതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഭാഗത്ത് ഉള്ള ഒരു ആശയത്തെ വെള്ളവും വളവും നൽകി അതിനെ വളർത്തുക എന്ന് പറയുന്ന പണിയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും ചെയ്തിട്ടുള്ളത്. അൽ ഖാഇദ നേരത്തെ USSR, സോവിയറ്റ് യൂണിയനിൽ പിന്നെ USSRനെതിരെ ശക്തമായി പോരാടുന്ന ഒരു പോരാളി സംഘമായിരുന്നു താലിബാൻ്റെ കൂടെ. അൽ ഖാഇദത്തുൽ മുഖദ്ദിമാത്ത് എന്നാണ് അതിൻ്റെ പേരെന്ന് എവിടെയോ ഒരു സ്ഥലത്ത് വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. ബേസിക്കലി ഡാറ്റാബേസ്. അവർ വ്യത്യസ്ത ഗോത്രങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പോരാളി സംഘങ്ങളെ, ചില ആളുകൾക്ക് അമ്പും വില്ലും, അവർക്ക് പിന്നെ ബോ ആൻഡ് ആറോ ആയിരിക്കും ഒരുപക്ഷെ അവർക്ക് അറിയുന്നുണ്ടാകും. വേറെ ചില ആളുകൾക്ക് മെഷീൻ ഗൺ അറിയുന്നുണ്ടാകും. വേറെ ചില ആളുകൾ തന്ത്രജ്ഞരായിരിക്കും. അവർ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കഴിവുകളുള്ള ആളുകളെ ഒരു ബറ്റാലിയൻ രൂപീകരിക്കുന്നത് പോലെ ഇവർ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കി. ബേസിക്കലി പോൾ വുൾഫോവിറ്റ്സും അതുപോലെ ഡൊണാൾഡ് റംസ്ഫെൽഡും ഉൾപ്പെടെയുള്ള നിയോ കൺസർവേറ്റീവ്സാണ് ബേസിക്കലി അമേരിക്കയുടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ജോർജ് ബുഷ് രണ്ടാമൻ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ അവരുടെ ക്യാബിനറ്റിലുണ്ടായിരുന്ന ഈ ആളുകൾ, സെക്യൂരിറ്റിയെ മുഴുവൻ നിയന്ത്രിച്ചിരുന്ന ഈ ആളുകൾ തന്നെയാണ് ഇവരെ വെപ്പനൈസ് ചെയ്തത് എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ഇവർക്ക് വേണ്ടതെന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള വിഭാഗത്തെ ഹയർ ചെയ്യുക, ഓൾറെഡി ഉള്ളൊരു വിഭാഗത്തെ വെള്ളവും വളവും നൽകി വലുതാക്കുക എന്ന് പറയുന്ന പണിയാണ് യഥാർത്ഥത്തിൽ അമേരിക്കൻ ഇൻ്റലിജൻസും ഇസ്രായേലി ഇൻ്റലിജൻസും അവരുടെ സെക്യൂരിറ്റി അതുപോലെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സും ചെയ്തത്. അത് തന്നെയാണ് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിലും ഒരു അളവോളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള വിഭാഗങ്ങളെ, നേരത്തെ പറഞ്ഞ ഇൻസ്റ്റിഗേഷൻ മോഡ്യൂളൊക്കെ ഇവിടെയുള്ള ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ചെയ്യുന്നു എന്നാണ് ഇർഷാദ് അലി മൗരിഫ് ഖമർ കേസിൽ വിശദമായിട്ട് തന്നെ CBI എൻക്വയറി നടത്തുന്ന ആ കേസിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയപ്പോൾ അത് ഹിന്ദുസ്ഥാൻ ടൈംസിൽ പ്രസിദ്ധീകരിക്കുക പോലും ചെയ്യുകയുണ്ടായി. ഇങ്ങനെയുള്ള വിഭാഗങ്ങളെ ശക്തിപ്പെടുത്തുക, എന്നിട്ട് ആ വയലൻസ്, ഉണ്ടാവുന്ന വയലൻസിൽ നിന്ന് പൊളിറ്റിക്കൽ ലാഭം, ഇന്ത്യക്ക് അകത്താണെങ്കിൽ അതുകൊണ്ട് ഇന്ത്യയിലുള്ള മെയിൻ സ്ട്രീം പൊളിറ്റിക്സ് ലാഭം കൊയ്യുക. ഇനി ഇന്ത്യക്ക് പുറത്ത് അമേരിക്ക വിഭാവന ചെയ്യുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ ഒരു ആംബിഷൻ ഉണ്ട് അവരുടെ കയ്യിൽ. അത് സാധൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള അക്രമ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ആളുകളെ വെപ്പനൈസ് ചെയ്യുന്നു എന്നാണ് നിങ്ങൾക്കിതിനെക്കുറിച്ച് കാണാൻ സാധിക്കുക. ബേസിക്കലി പറഞ്ഞു വന്നത്, അൽ ഖാഇദയും ഐസിസും വിഭാവന ചെയ്യുന്ന അവരുടെ ഒരു തിയറി, അവർക്ക് ആശയടിത്തറ നൽകുന്ന ഒരു ഐഡിയോളജി ഓഫ് എക്സ്ട്രീമിസം നിലവിലുണ്ട്. ആ ഐഡിയോളജിയെ ഖണ്ഡിക്കുവാൻ വേണ്ടിയിട്ടുള്ള പണികൾ മുസ്ലിം സമുദായത്തിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അതേസമയം അതിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുവാനും അതിൽ നിന്ന്, ആ അക്രമ പ്രവർത്തനത്തിൽ നിന്ന് രാഷ്ട്രീയമായ ലാഭമുണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ പറയുന്ന എല്ലാ സ്റ്റേറ്റ് ശക്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന തിക്ത യാഥാർത്ഥ്യമാണ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, ഇതേ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങളെ സാധൂകരിക്കുകയും അതിൻ്റെ വക്താക്കളുമായിട്ടുള്ള മറ്റൊരു വിഭാഗം നമ്മുടെ രാജ്യത്തുണ്ട്. ഹിന്ദുത്വ പൊളിറ്റിക്സ്, ഹിന്ദുത്വ മതമല്ല, മറിച്ച് പൊളിറ്റിക്കൽ ഹിന്ദുത്വ എന്ന് പറയുന്ന എക്സ്ക്ലൂസിവിസ്റ്റ് വിചാരധാര. ഇത് ബേസിക്കലി അൽ ഖാഇദയുടെ തന്നെ അല്ലെങ്കിൽ ഐസിസിൻ്റെ തന്നെ വേറൊരു പതിപ്പാണ്. പക്ഷേ അതിനെ പൂർണ്ണാർത്ഥത്തിൽ പുലുകുകയും അതിന് വോട്ട് നൽകി അതിനെ സഹായിക്കുകയും അതിന് പൂർണ്ണാർത്ഥത്തിൽ കൈയടിക്കുകയും അതിനെ എൻഡോസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇന്ത്യൻ സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. എപ്രകാരം മുസ്ലിം സമൂഹം അൽ ഖാഇദയെ പൂർണ്ണമായിട്ടും തള്ളുകയും അതിനെ ഖണ്ഡിക്കുകയും ചെയ്തോ, അതേപോലെ ഇത് സനാതന ധർമ്മത്തിനും സനാതന മൂല്യങ്ങൾക്കും വിരുദ്ധമാണ് ഈ ഹിന്ദുത്വ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പൂർണ്ണമായിട്ടും അപലപിക്കുവാൻ ബാധ്യസ്ഥമാണ് ഇന്ത്യയിലെ സമൂഹം എന്നതുകൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള മെയിൻ സ്ട്രീം മീഡിയ അഥവാ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറയുന്ന മാധ്യമങ്ങൾ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് ആദ്യം ഞാൻ വിശദീകരിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള മിഥ്യകൾ നമ്മുടെ എല്ലാവരുടെയും കോൺഷ്യൻസിൻ്റെ അകത്തേക്ക്, നമ്മുടെ പൊതുബോധത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഒരു മാസീവ് ഇൻഡസ്ട്രിയാണ്, ഒരു $multi-billion ബിസിനസ്സാണ്. ഉദാഹരണത്തിന് ടൈംസ് നൗ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ചാനൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ടൈംസ് നൗ ചാനലിനകത്ത് ഈയിടെ വന്ന ഒരു സീരീസ് ഉണ്ടായിരുന്നു. കേരളത്തിനകത്ത് എന്തുകൊണ്ടാണ് ഇത്രയധികം ഐസിസ് റിക്രൂട്ട്മെൻറ്റ് നടന്നത് എന്നുള്ളതാണ് ചോദ്യം. അതിനവർ സീരീസ് ആയിട്ട് അതിനെ കവർ ചെയ്തു. അതിൽ പറഞ്ഞത്,
കേരളത്തിനകത്ത് സിറിയൻ ഭാഷ പഠിപ്പിക്കുന്നുണ്ട് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയുള്ള മുസ്ലിം പൊതുധാര മുസ്ലിങ്ങൾ, ഇവിടെയുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് സിറിയൻ ഭാഷ പഠിപ്പിക്കുന്നു. അങ്ങനെ ഔദ്യോഗികമായിട്ട് തന്നെ ഇവിടുന്ന് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളായിട്ട് ഇവിടെയുള്ള മെയിൻ സ്ട്രീം ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൽ വിശദമായിട്ട് വിശദീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം സിറിയയിൽ വേറൊരു ഭാഷയില്ല. സിറിയൻ ഭാഷ എന്ന് പറയുന്നത് അറബിയാണ്. അറബി ഭാഷ പഠിപ്പിക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും അറബി ഭാഷ സംസാരിക്കുന്നുണ്ട്. UN ഒഫീഷ്യൽ ഭാഷയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോകുമ്പോൾ അവർ ഉപയോഗിക്കേണ്ട ഭാഷയാണ് അറബി ഭാഷ. അത് അറിയാതെ അവർക്ക് സുഖമായിട്ട് ഗൾഫ് രാജ്യങ്ങൾ വർക്ക് ചെയ്യാറില്ല. ഗൾഫ് രാജ്യങ്ങൾ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ വർക്ക് ചെയ്യാറുള്ളത്. ഇവിടെയുള്ള എല്ലാ മതക്കാരും അറബി ഭാഷ പഠിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ബ്ലണ്ടർ എങ്ങനെയാണ് ഇവർ ഉണ്ടാക്കി ടൈംസ് നൗ ചാനലിൽ അത് പ്രസിദ്ധീകരിച്ചത്, എങ്ങനെയാണ് അത് എയർ ചെയ്തതെന്ന് ചോദിച്ചാൽ, എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ അതിന് വ്യൂവർഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ഐബോൾസ്, കൂടുതൽ ആളുകൾ ഇത് കാണും. അതിലൂടെ അവർക്ക് ലാഭമുണ്ടാക്കാൻ സാധിക്കും. ഒരുപാട് പരസ്യങ്ങൾ അതിലേക്ക് നിങ്ങൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏറ്റവും വലിയ വരുമാനമാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന മാസീവ് മണി മേക്കിംഗ് മെഷീൻ്റെ അകത്തുള്ള ഒരു സംഗതി മാത്രമാണ്, ഒരു ടൂള് മാത്രമാണ് മീഡിയ. അതിന് പുറമെ നമുക്കറിയാം മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്, വെപ്പൺസ് ഉണ്ടാക്കുന്ന കമ്പനികൾ, സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, ഈവൺ ഒരു രാജ്യത്തിൻ്റെ ഫോറിൻ അഫയേഴ്സ്, അതുപോലെ ഡിഫൻസ് പോളിസി, ഇതെല്ലാം തന്നെ ബന്ധപ്പെട്ട് നടക്കുന്നൊരു സംഗതിയാണ് ഇസ്ലാമോഫോബിയ. അപ്പോൾ ഒരു മാസീവ് ഇൻഡസ്ട്രിയാണ്. സ്വാഭാവികമായും ഇതിൻ്റെ അരികെ പറ്റി, അതിൻ്റെ ഓരം പറ്റി ജീവിക്കുന്ന ഈ പറയുന്ന മുഖ്യധാര മാധ്യമങ്ങൾ, അതിനെ നമുക്കൊരിക്കലും വിശ്വസിക്കുക സാധ്യമല്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് തിരിച്ചറിയുക, എങ്ങനെയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സത്യമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ, നമ്മൾ യഥാർത്ഥത്തിൽ സമാന്തര മാധ്യമങ്ങളെ വലിയ രീതിയിൽ ആശ്രയിക്കേണ്ടി വരും. ഈ ഓൾട്ടർനേറ്റീവ് ന്യൂ മീഡിയ എന്ന് പറയുന്ന ബദൽ മാധ്യമങ്ങൾ, അല്ലെങ്കിൽ നവമാധ്യമ ഇടങ്ങൾ എന്ന് പറയുന്ന ഈ ന്യൂ പ്ലാറ്റ്ഫോംസ്, ന്യൂ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഓൾട്ടർനേറ്റീവ് മീഡിയയെ നമുക്ക് അധികമായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. നമുക്കറിയാം ഇന്ന് വെർനാക്കുലർ ലാംഗ്വേജസിൽ, കേരളത്തിൽ പോലും ഇങ്ങനെയുള്ള ഒരുപാട് മാധ്യമങ്ങൾ ഇന്ത്യയിൽ നാഷണൽ ലെവലിലുണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും അതുപോലെ തന്നെ മലയാളത്തിലും അങ്ങനെയുള്ള ഒരുപാട് നവമാധ്യമ പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിന് പുറമെ റിസർച്ച് ഓർഗനൈസേഷൻസ് ഒരുപാട്, ഇപ്പോൾ ക്വിൽ ഫൗണ്ടേഷൻ അതിലൊന്നാണ്. ഇങ്ങനെയുള്ള റിസർച്ച് ഓർഗനൈസേഷൻസ് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠനം, ഗവേഷണം നടത്തുന്നു. അതുപോലെ NGOs ആൻഡ് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ്, സിവിൽ റൈറ്റ്സ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ്, ഉദാഹരണത്തിന് അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ്, അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ലോ നെറ്റ്വർക്ക്, അതുപോലെ അൻഹദ്, ഇങ്ങനെ ഒരുപാട് സംഘടനകൾ ഒരു സംഭവം നടക്കുന്നതായിട്ട് പത്രത്തിൽ റിപ്പോർട്ട് വന്നാൽ ഉടനെ തന്നെ അവർ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ട്സ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുപോലെ സാമൂഹിക സംഘടനകളുണ്ട്. അതുപോലെ സ്വതന്ത്രമായിട്ടുള്ള റിസർച്ചേഴ്സും ജേർണലിസ്റ്റുകളും നമ്മുടെ നാട്ടിലുണ്ട്. അവരെഴുതുന്ന ബ്ലോഗുകളും അവരെഴുതുന്ന ലേഖനങ്ങളും നിങ്ങൾക്ക് മെയിൻ സ്ട്രീം മീഡിയയിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. മെയിൻ സ്ട്രീം മീഡിയ തന്നെ നമുക്കൊരു ആശ്രയമാണ്. മെയിൻ സ്ട്രീം മീഡിയക്ക് അകത്ത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഈ പറയുന്ന മെയിൻ സ്ട്രീം വ്യൂ പോയിൻറ്റ്സിന് വിരുദ്ധമായ വ്യൂ പോയിൻറ്റ്സ് ഈ മെയിൻ സ്ട്രീം മീഡിയക്കകത്ത് തന്നെ നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് ആയിട്ടും അതുപോലെ ഡോക്യുമെൻ്ററീസ് ആയിട്ടും ഡിബേറ്റ്സ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ കണ്ണും കാതും തുറന്നു വെച്ചുകൊണ്ട് ഈ കാണുന്നതെല്ലാം സത്യമാണോ, ഓരോന്നിനെ സംബന്ധിച്ച് നിങ്ങൾ സംശയദൃഷ്ടിയോടുകൂടി അതിനെ നോക്കിക്കാണുകയും അതിനെ ഒരു ക്രിറ്റിക്കൽ അനാലിസിസിലൂടെ, ഒരു ക്രിറ്റിക്കൽ വ്യൂ പോയിൻറ്റിലൂടെ, അതിനെ ഒരു വിമർശനാത്മകമായ ഒരു കണ്ണിലൂടെ അതിനെ കാണുകയും അതിനെ പരിശോധിക്കുകയും ചെയ്യാതെ നിങ്ങൾക്ക് ഈ കാലത്ത് ഇൻഫർമേഷൻ യുഗം നമ്മൾ പറയുന്നത് ശരിക്കും ഒരു വലിയൊരു പാരഡോക്സാണ്. ഈ ഇൻഫർമേഷൻ യുഗത്തിലാണ് ഏറ്റവും വലിയ മിസ്ഇൻഫർമേഷൻ ആൻഡ് ഡിസ്ഇൻഫർമേഷൻ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ വിവരമില്ലാതാവുന്നത് ഈ ഒരു വിവര സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിലാണ് എന്നുള്ള പാരഡോക്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.